ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 5:30ക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം 6:30 ആകുമ്പോഴത്തേന് അവിടെ എത്തിയാലേ ആ സ്പെഷ്യൽ വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ടീ ഒന്നും കുടിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ടീ ഒക്കെ കുടിച്ചാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് യാത്ര. ഇത് മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടിക്കടുത്ത് തിരുവോണമല എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 28-29 കിലോമീറ്റർ ലോങ് ആയിട്ടാണ് ഇതുള്ളത്. ഇക്കാട് അനിയൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഒരു 3/4 മണിക്കൂർ നമ്മൾ മല കയറിയിട്ട് വേണം ആ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ ആ ഒരു ത്രില്ലിലാണ് എല്ലാവരും പോകുന്നത്. അവിടേക്ക് എത്തിച്ചേരാൻ പല റൂട്ടുകളും ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് കുന്നുംപുറം വഴിയാണ്. ഇത് നേരെ എത്തുന്നത് ചെരുപ്പടി മലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ തിരുവോണമലയിലേക്ക് എത്തിച്ചേരുക. ഇപ്പോൾ ഏകദേശമൊക്കെ ലൈറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്താ നമ്മളിപ്പോൾ ചെരുപ്പടി മലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നേരെ തിരുവോണമലയ്ക്ക് പോവുകയാണ്. കാരണം നമ്മളെ മെയിൻ ലക്ഷ്യം അവിടേക്ക് എത്തിച്ചേരാണ്. അവിടെ ഒരു കോടൊക്കെ ഇറങ്ങി നല്ല ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റാണ് കാണാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 6:30ക്കാണ് ചെരുപ്പടി മലയിൽ എത്തിച്ചേർന്നത്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് പോവാണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരുവോണമലയ്ക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു മോർണിംഗ് വൈബ് ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. ചെറിയൊരു കോടയും തണുപ്പും എല്ലാം കൂടി അടങ്ങിയിട്ടാണ് ഈ ഒരു മോർണിംഗ് വൈബ് എന്ന് പറയുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ താഴോട്ടാണ് ഈ തിരുവോണമലയ്ക്ക് പോകുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ അധികം കാണുന്നത് റബ്ബർ തോട്ടങ്ങളാണ്. എല്ലാ ഭാഗത്തും അധികമായിട്ടുള്ളത് റബ്ബറാണ്. നമ്മളിപ്പോൾ ഏകദേശം അവിടെ എത്തി. ഓഫ് റോഡ് ആയതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് നടന്നു പോവാണ്. 3/4 മണിക്കൂറോളം നടന്നാലേ നമുക്ക് ആ മലേൻ്റെ മുകളിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള റോഡല്ല അങ്ങോട്ട് എത്തിച്ചേരുന്നത്. ഒരു കാട്ടിലൂടെ പോകുന്ന എക്സ്പീരിയൻസാണ് നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ. ചുറ്റും മരങ്ങളും കല്ലുകളും ഒക്കെ നിറഞ്ഞാണ് നമ്മൾ പോകുന്ന വഴികളൊക്കെ. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റോഡല്ലാത്തതുകൊണ്ട് കുറച്ച് റിസ്ക്കിയാണ് അങ്ങോട്ട് എത്തിച്ചേരാൻ. ഏകദേശമൊക്കെ നടന്നു വന്നപ്പോൾ തന്നെ നമ്മളൊക്കെ ആകെ ടയേർഡായിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈ ഏരിയ ഉള്ളതെന്ന് നമ്മൾ അറിയില്ലായിരുന്നു. ഈ ഒരു മലയുടെ മുകളിൽ ഇത്രയും ഹൈറ്റിൽ നമ്മൾ 2 ടെമ്പിൾ ഇവിടെ കാണാൻ പറ്റി. അത് ഒന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചിലവർ പറഞ്ഞ് 2000 വർഷം പഴക്കമുള്ള ടെമ്പിളാണ് ഇതെന്ന്. ഇതിലെ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ കോടൊക്കെ വന്നു തുടങ്ങിയൊരു ടൈമാണ്. കോടൊക്കെ ഇറങ്ങി നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് ഈ ഒരു പ്രദേശത്തെ എല്ലാ ഭാഗവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അധികമായിട്ട് കാണുന്നത് ഫുൾ മലനിരകളാണ്. എല്ലാ ഏരിയാസിലും നമുക്ക് കാണാൻ പറ്റുന്ന മലകളാണ്. കാലിക്കറ്റ് റൺവേ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ കഴിയാറുണ്ട്.
നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. മുകളിലോട്ട് കയറുന്നതിനെക്കാട്ടി എളുപ്പമാണ് താഴോട്ട് ഇറങ്ങാനെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ മഞ്ഞൊക്കെ വീണതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് വേണം താഴോട്ട് ഇറങ്ങാൻ. സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്. 2 വട്ടം നമ്മളൊന്ന് സ്ലിപ്പായി പോയി, ഡ്രസ്സൊക്കെ ഒന്ന് ചളിയായി. മലേൻ്റെ മുകളിലേക്ക് കയറി വരുന്ന ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത വ്യൂ ഒക്കെ നമ്മൾ താഴോട്ട് ഇറങ്ങണ വ്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശമൊക്കെ താഴത്തേക്ക് എത്താറായി. ഏകദേശം എല്ലാവരും ടയേർഡായിക്കണ അവിടെ എത്തിയപ്പോത്തിന്. കുറച്ച് റിസ്ക്കാണ് ഈ ഒരു റോഡിലൂടെ നമുക്ക് നടന്ന് എത്തിച്ചേരാൻ. ഇനി ഞങ്ങൾ നേരെ മിനിയൂട്ടിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് അവിടുത്തെ ഒരു വ്യൂസ് കണ്ടാണ് ഞങ്ങൾ തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. നല്ലൊരു തണുപ്പും മഴയുടെ നല്ല ലക്ഷണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം ലോങ് ആയിട്ടൊന്നും പോവാതെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ റിട്ടേൺ തിരിച്ചു പോരുമായിരുന്നു. ഈ ഒരു ഏരിയയ്ക്ക് നമ്മൾ വന്നാൽ നമുക്കിവിടെ 3 പ്ലേസ് കാണാം. ചെരുപ്പടിമല, തിരുവോണമല, പിന്നെ മിനിയൂട്ടി. ഏകദേശം ഈ 3 ഏരിയാസ് നമുക്ക് ഇവിടുന്ന് കണ്ടാണ് തിരിച്ചു പോകാവുന്നതാണ്. റോഡ് സൈഡിലൊരു അരുവി കണ്ടപ്പം ചളിയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഇറങ്ങിയിട്ട് കൈയൊക്കെ ഒന്ന് കഴുകിയതിൻ്റെ ശേഷമാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അവിടുന്ന് നേരെ നമ്മൾ റിട്ടേൺ ചെരുപ്പടിമലയിലേക്ക് തന്നെ എത്തിച്ചേരും. ആ കാണുന്ന ഏരിയ ആണ് കാലിക്കറ്റ് റൺവേ. മഞ്ഞൊക്കെ മൂടി നിൽക്കുകയാണ് ആ ഒരു ഭാഗം. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ നമ്മളെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ച് ഈ ഒരു പ്രദേശത്തേക്ക് ഒരുപാട് ഏരിയാസിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും ഓരോ റൂട്ടിനാണ് ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. മഞ്ചേരി, മലപ്പുറം, വേങ്ങര. നമ്മൾ വന്നിട്ടുള്ളത് കുന്നുംപുറം വഴിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരും.